അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ആളമർത്തുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ഞാൻ ഇതിൻ്റെ മുമ്പ് ഒരു സന്തോഷകരമായ വീഡിയോ മുഹമ്മദ് സഫീർ എന്നു പേരായ സ്വന്തം പിതാവ് ഒരു വയസ്സു മാത്രം പ്രായമുള്ള തൻ്റെ കുഞ്ഞുമായിട്ട് സ്വന്തം ഭാര്യയോട് അവൾക്ക് മാറ്റി കൊടുക്കുവാനും നല്ല ഭക്ഷണം കൊടുക്കുവാനും സ്വർണ്ണാഭരണങ്ങൾ എടുത്ത് ധരിപ്പിക്കുവാനും ഒക്കെ പറഞ്ഞ് പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമായിട്ട് പിന്നീട് ആ ഉമ്മയെ തീറ്റിച്ചുകൊണ്ട് ആ കുടുംബത്തെ വേദനിപ്പിച്ചുകൊണ്ട് അപ്രത്യക്ഷമായിട്ട് മാസം 1 കഴിഞ്ഞു. ഇതുവരെയും യാതൊരു വിവരമുണ്ടായിരുന്നില്ല. ഞാൻ ഇതിനെക്കുറിച്ച് 2 വീഡിയോകൾ വ്യക്തമായിട്ട് എനിക്ക് വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്തിരുന്നു. അതൊരിക്കലും ഫേക്ക് ആയിരുന്നില്ല. എന്നോട് കമൻറ്റിൽ പലരും നിങ്ങൾ ഫേക്ക് പറയുകയല്ലേ, നിങ്ങൾ വെറുതെ വിടുവായത്വം പറയുകയല്ലേ, നിങ്ങൾക്ക് അതിനൊക്കെയുള്ള വിവരം എവിടെന്ന്, നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു, ഇങ്ങനെ വളരെയേറെ പുച്ഛത്തോടുകൂടെയുള്ള കമൻറ്റുകളും മറ്റും എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറയുന്നത് എനിക്ക് വ്യക്തമായിട്ട് ചില കാര്യങ്ങൾ കിട്ടുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ അപ്ഡേറ്റിനനുസരിച്ച് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നു എന്നർത്ഥം. ഇപ്പോൾ ആ മുഹമ്മദ് സഫീർ ൻ്റെ കൂടെ അപ്രത്യക്ഷമായിട്ടുള്ള ആ കുഞ്ഞിനെ അഥവാ കാമുകിയോടൊപ്പം ചാടിപ്പോയ തൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി ആ 1 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിനെ, മാത്രമല്ല ഇവരുടെ ജീവിതത്തിലേക്ക് ആ കുഞ്ഞു കടന്നു വന്നാലുള്ള സ്ഥിതി എന്തായിരിക്കും? ഏതു സമയത്തും ആ കുഞ്ഞിനെ ഇല്ലാതാക്കാം. അത്രമാത്രമുള്ള ഒരു ദയനീയ അവസ്ഥയാണ്. കാരണമല്ല, അവരുടെ വൈകാരികമായ സംതൃപ്തി മാത്രമാണ് അവർ നോക്കിയിട്ടുള്ളത്. മാത്രമല്ല ഇത്രയും കാലം ന്യായമായ രീതിയിൽ നിക്കാഹ് കഴിച്ച് സ്വന്തം ഭാര്യ എന്ന നിലക്ക് എല്ലാ നിലക്കും തന്നോട് സഹകരിച്ച് തൻ്റെ ജീവിതത്തിൻ്റെ നല്ല പാതിയായി ഇത്രയും കാലം തിളങ്ങി നിന്ന ആ ഭാര്യയോട് ഒരൊറ്റ സെക്കൻഡിൻ്റെ കണ്ടുമുട്ടിയ ബന്ധം പോലുമില്ലാതെ അങ്ങാടിയിൽ നിന്ന് കണ്ടുമുട്ടിയ ഒരു സ്ത്രീയുമായിട്ട് ശാശ്വതമായിട്ട് ജീവിക്കാൻ തീരുമാനിച്ച ഒരു പരമവിഡ്ഢിയാണ് യഥാർത്ഥത്തിൽ ഈ മുഹമ്മദ് സഫീർ എന്ന് പറയേണ്ടിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ ആലോചിച്ച് നോക്കൂ. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഈ കുഞ്ഞിനെ ഉമ്മയുടെ കൈകളിൽ എത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും സന്തോഷകരമായ വിവരം. ഇന്ന് എത്തുന്നു എന്ന് തന്നെയാണ് ഞാൻ ഇന്ന് വ്ളോഗിൽ പറഞ്ഞിട്ടുള്ളത്. ആ കുട്ടി ഇന്ന് എത്തിയിരിക്കുന്നു എന്നാണ് യഥാർത്ഥത്തിൽ സന്തോഷകരമായ ഒരു അനുഭവം. സ്വാഭാവികമായിട്ട് സ്വന്തം ഉമ്മയുടെ അടുക്കലേക്ക് ആ കുട്ടി എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു സന്തോഷകരമാണ്. ലോകം മുഴുവനും നേടിയതിനേക്കാളും ഒരു ഉമ്മാക്ക് ഇഷ്ടം എന്ന് പറയുന്നത് അതിൻ്റെ സ്വന്തം കുഞ്ഞ് അതിൻ്റെ അമ്മയുടെ മാറത്തേക്ക് വരിക, അമ്മയിലേക്ക് കിട്ടുക. അത് എത്ര പ്രായമായാലും, കാരണം എത്ര പ്രായമായ ഒരു കുഞ്ഞാണെങ്കിലും എത്ര പ്രായം കുറഞ്ഞ കുഞ്ഞാണെങ്കിലും ആ കുഞ്ഞ് എപ്പോഴാണോ തൻ്റെ മാതാവ് അഥവാ തൻ്റെ ഉമ്മ, ആ ഉമ്മാക്ക് എപ്പോഴാണ് ഒരിക്കലും എനിക്ക് എൻ്റെ മകൻ പ്രായമായി, എൻ്റെ മകൾ പ്രായമായിരിക്കുന്നു, അതുകൊണ്ട് എനിക്ക് വേണ്ട എന്നൊരിക്കലും പറയില്ല. ആരും ഉപേക്ഷിച്ചാലും ആ മാതാവ് ആ മാറിടം കാത്തിരിക്കുന്നു. ആലോചിച്ച് നോക്ക്. മാത്രമല്ല പാല് കുടിക്കുന്ന ഒരു കുട്ടിയാണ് ഇപ്പോൾ ഈ കുഞ്ഞ് പാല് കുടിക്കുന്ന ഒരവസ്ഥയിൽ നിന്നാണ് പെട്ടെന്ന് തന്നെ ഞാൻ കുട്ടിയെ മാറ്റി കൊടുക്കുക, ഒരു കല്യാണത്തിന് പോകാനുണ്ട് എന്ന് സ്വന്തം വീട്ടിൽ ഭാര്യയോട് പറഞ്ഞാൽ അവർ എന്താണ് വിചാരിക്കുന്നത്? ഇത് സ്വന്തം പിതാവാണ് പറയുന്നത്. താൻ കണ്ട് വിശ്വസിച്ച് അംഗീകരിച്ച് കൂടെ ഇറങ്ങി വന്നിട്ടുള്ള ഒരു ഭാര്യയാണല്ലോ മകളെ വിട്ടുതരാൻ വേണ്ടിയിട്ട്. മകളെ ഒരു കല്യാണത്തിന് കൊണ്ടുപോകാനാണ് പറഞ്ഞയക്കൂ, അടിയിച്ചൊരുക്കൂ എന്ന് പറയുമ്പോൾ പിന്നെ അവിടെ എന്താണ് സംശയമുള്ളത്? ഒരു സംശയവുമില്ല. പറയുന്നത് ഭർത്താവാണ്, കുട്ടിയുടെ പിതാവാണ്. പിന്നെ എന്താണ് ഉടനെ മാറ്റിക്കൊടുത്തു? ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഞാൻ ഇത് പറയാൻ കാരണം കമൻറ്റിൽ ചിലർ ഈ ഉമ്മയെയും വിമർശിക്കുന്നുണ്ട്. ആലോചിച്ച് നോക്കണം. അതുപോലെ തന്നെ എന്നോട് വിമർശിക്കുന്നുണ്ട്. നിങ്ങൾ ഈ പറയുന്നതൊക്കെ ഫേക്ക് ആവില്ല കാക്ക, നിങ്ങൾക്ക് എവിടുന്ന് കിട്ടുന്ന വിവരമാണ്? ഇങ്ങനെയൊക്കെ പരിഹസിച്ചുകൊണ്ട് കമൻറ്റിൽ പലരും പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും ഞാൻ വിഷയമാക്കുന്നില്ല. ശരാശരി സത്യസന്ധമായ വിവരം അത്രേ ഉള്ളൂ. മുഴുവനായിട്ട് ഇത് സത്യമാവണം എന്നൊന്നും, അല്ലെങ്കിൽ എനിക്ക് വഹയിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവാചകന്മാർക്ക് കിട്ടുന്ന ദിവ്യ സന്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് കൃത്യമായിട്ട് കിട്ടുന്ന വിവരങ്ങളൊന്നുമല്ല. സാധാരണ ആളുകൾ പറയുന്നത് പോലെ ഈമാൻ കാര്യവും ഇസ്ലാം കാര്യവുമല്ല. നിങ്ങൾ വേണമെങ്കിൽ വിശ്വസിച്ചോളി. കിട്ടുന്ന വാർത്തയിൽ ഏകദേശം സത്യങ്ങൾ ഉണ്ടാകും. അതിനനുസരിച്ച് എല്ലാ വാർത്താമാധ്യമങ്ങളും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. കിട്ടുന്നതിനനുസരിച്ച് അവർ നിങ്ങളിലേക്ക് എത്തിക്കുന്നു. അത് പരമാവധി സത്യമാവാൻ വേണ്ടി ശ്രമിക്കുന്നു. അതാണ് എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിൽ ഒരു വേർഡുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു ഇജ്തനിബു കസീറൻ മിനൽ-ളന്നി ഇന്ന ബഅദൽ-ളന്നി ഇസ്മും. ആലോചിച്ച് നോക്കണം. നിങ്ങൾ കേട്ടുകേൾവിയെ ആസ്പദമാക്കിയിട്ട്
ഒരു കാര്യവും വിശ്വസിച്ചുകൂടാ എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസികളെ നിങ്ങൾ ഇജിത്തനിബുൽ തന്നെ എന്ന് പറഞ്ഞാൽ ഊഹങ്ങളെ നിങ്ങൾ വർജിക്കണം. ഊഹിക്കുന്നത് പറ്റില്ല. ദോഷകരമല്ലാത്ത ഉസുറുൽ തന്നെ ഉസുനുൽ ഇബാദ എന്നും പറഞ്ഞിട്ടുണ്ട്. നല്ല ഊഹങ്ങൾ നിങ്ങൾക്ക് എന്താണ് ഗുണകരമാണ്, അതൊരു ഇബാദത്താണ്. ഒരാളെ സംബന്ധിച്ച് നമ്മൾ നല്ലത് ഊഹിച്ചു, അതൊരിക്കലും ഒരു തെറ്റല്ല. അതോടൊപ്പം ചീത്ത ഊഹങ്ങൾ അധികവും ഉണ്ടാക്കുന്നത് അതാണ്. ഇജ്തനിബു കസീറം മിനൽ തന്നെ ഇന്ന ബഹദൽ തന്നെ ഇസുമും വെറും നുണയുമായിട്ടുള്ള അതിന് ബന്ധമുള്ളൂ, സത്യവുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. അതാണ് ഒരാ തജസ്സസു, നിങ്ങളുടെ സഹോദരങ്ങളെ നിങ്ങൾ കുത്തി നോക്കരുത്. പൊതുവേ ഇങ്ങനെ കൃത്യമായിട്ടും അവൻ കണ്ടില്ലേ ഇവൻ കണ്ടില്ലേ ഇങ്ങനെ അവൻ്റെ രഹസ്യങ്ങളും സ്വകാര്യതകളും മാത്രം തെരഞ്ഞു പിടിക്കാൻ വേണ്ടി നിങ്ങൾ കുത്തി നോക്കരുത് എന്നാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ സൂറത്ത് നൂറിലൂടെ ഈ സത്യവിശ്വാസികളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ എന്നതുപോലെ കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഊഹങ്ങൾ നന്നാക്കിയെടുത്ത്, അതാണ് നല്ല ഊഹങ്ങൾ. അത് ഓരോരുത്തരെയും എന്നെ ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഊഹങ്ങളുമായി ബന്ധപ്പെടുത്തി, കിട്ടുന്ന വാർത്തകളുമായി ബന്ധപ്പെടുത്തി പരമാവധി സത്യം ചെയ്യണമെന്ന്, സത്യത്തിൽ ഉള്ള വാർത്തകളായിരിക്കണമെന്ന് പരമാവധി നമ്മൾ ചിന്തിക്കുന്നു, ആഗ്രഹിക്കുന്നു. അങ്ങനെയാണ് കിട്ടുന്ന വാർത്തകൾ കോർത്തിണക്കി മറ്റു സാങ്കേതിക സൗകര്യങ്ങളും ആധുനിക സൗകര്യങ്ങളും ഒന്നുമില്ലാതെ ഈ പരിമിതിയിൽ നിന്നുകൊണ്ട് ഞാൻ ചെയ്യുന്ന വ്ളോഗുകളാണ്. ആ കിട്ടുന്ന വ്ളോഗുകൾ അപ്പം തന്നെ പ്രത്യേകിച്ച് കലർപ്പൊന്നുമില്ലാതെ നിങ്ങളിലേക്ക് എത്തിക്കാൻ എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കമായ ആ രീതിയിൽ, സത്യസന്ധമായ രീതിയിൽ, നേരോടെ, നിർഭയം. അതിന് ഞാൻ കുറേ എന്ത് പറയണം, എനിക്കൊരു ചാനലുണ്ടായിരുന്നു, ഞാൻ നിങ്ങളോട് പങ്കുവെച്ചിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് യൂട്യൂബ് എൻ്റെ ആ ചാനൽ ടെർമിനേറ്റ് ചെയ്ത കഥയും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ മർജിത പക്ഷത്ത് നിന്ന് സംസാരിച്ചു, സത്യത്തിന് വേണ്ടി സംസാരിച്ചു. അഥവാ ഇസ്രായേലിൻ്റെ ഏറ്റവും ക്രൂരമായ അതിക്രമത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്ന ഫലസ്തീൻ ജനങ്ങൾക്ക് അവർക്ക് ന്യായം ലഭിക്കുന്നതിന്, സത്യം ലഭിക്കുന്നതിന് അവരുടെ പക്ഷത്ത് നിന്ന് സംസാരിച്ചു. ആ ഒറ്റ കാരണത്താൽ എൻ്റെ ആ മലബാരി വ്ളോഗ് ബൈ യൂസഫ് എന്ന ആ ചാനൽ അവർ ടെർമിനേറ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എനിക്ക് പരിമിതികളേറെയുണ്ട്, പരിധികളേറെയുണ്ട്. എന്നിട്ട് പോലും ആ പ്രയത്നിച്ചുകൊണ്ട് ഈ ഒറ്റ കാരണത്താൽ ആ ചാനൽ എനിക്ക് നഷ്ടമായി. അപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ അതല്ല, ഇപ്പോൾ സന്തോഷം എനിക്ക് പോലും വലിയ ആനന്ദമുണ്ടാക്കുന്നു. ഇത്തരത്തിലുള്ള കേസുകൾ അഥവാ ഇങ്ങനെ ഈ മുഹമ്മദ് സഫീറുമായിട്ട് നിരന്തരം ആ പിതാവ് ബന്ധപ്പെടുന്നുണ്ട്, അവൻ്റെ സുഹൃത്തുക്കൾ ബന്ധപ്പെടുന്നുണ്ട്, അവൻ്റെ മാതാവ് ബന്ധപ്പെടുന്നുണ്ട്, ആ കുട്ടിയുടെ ഉമ്മ നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. ഈ സമയത്തൊന്നും തന്നെ ഫോണിന് യാതൊരു മറുപടിയും, അങ്ങേ തലക്കൽ ഫോൺ ശബ്ദിക്കുന്നുണ്ട്, പക്ഷേ ആ സഫീറിന് ഫോൺ എടുക്കാൻ പോലുമുള്ള മനസ്സുണ്ടായില്ല. അപ്പോൾ എന്താ അതിലെന്ന് മനസ്സിലാക്കേണ്ടത്? എനിക്ക് ഇനി നിന്നെ വേണ്ട, ആലോചിച്ച് നോക്കണം എന്ന് ആ ഭാര്യയോടും ആ പിതാവിനോടും ആ ഉമ്മയോടും സുഹൃത്തുക്കളോടും ഒക്കെ ഈ കാമുകിക്ക് വേണ്ടി തൻ്റെ എല്ലാ ജീവിതവും ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സഫീർ ഫോൺ പോലും അറ്റൻഡ് ചെയ്യാതിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആലോചിച്ച് നോക്കും. പക്ഷേ ഇപ്പോൾ ഇതെന്താ സംഭവിച്ചിരിക്കുന്നത്? ഈ പുത്തരിയിൽ തന്നെ ഇവർക്കിടയിൽ കല്ലുകടി ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ അതൊക്കെ ഇനി വമ്പൻ ട്വിസ്റ്റ് വരാൻ പോകുന്നതേ ഉള്ളൂ. എന്താണ് കൂടെ വന്നിരുന്ന ആ കാമുകി ഇവനെ ചതിച്ചതാണോ, അഥവാ നിങ്ങളെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞതാണോ, അതല്ല ഇവർ തമ്മിൽ ഒരിക്കലും യോജിച്ചു പോവാത്തതാണോ? ഇതൊന്നും അറിഞ്ഞുകൂടാ. അതിൻ്റെയൊക്കെ ട്വിസ്റ്റ് വരാനിരിക്കുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും ഈ സഫീറും പിടിയിലായിട്ടുണ്ട് എന്ന വിവരമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ആ സഫീറിനെ ഇന്നോ നാളെയോ കോടതിയിൽ ഹാജരാക്കി പോലീസിന് കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കും ചോദ്യം ചെയ്യാനായിട്ട്. ഇൻഷാ അള്ളാ ആ ചോദ്യം ചെയ്തതിന് ശേഷം ചോദ്യം ചെയ്യലിൻ്റെ വിവരങ്ങളെ തുടർന്ന് കിട്ടുന്ന വിവരങ്ങളും ഇനി ഇൻഷാ അള്ളാ നിങ്ങളോട് പങ്കുവെക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി.